ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഫസ്റ്റ് നമ്മൾ OET കഴിഞ്ഞ് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് OET, IELTS അല്ലെങ്കിൽ DHA പോലുള്ള എക്സാം എഴുതി എത്രയും പെട്ടെന്ന് പോകാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് OET എഴുതിയാലും നമുക്ക് 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് സൗദി, ദുബായ് പോലുള്ള സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും DHA ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മിനിമം 2 year എക്സ്പീരിയൻസും വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇപ്പോഴത്തെ ഇതിൽ പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എന്നെപ്പോലെ BSc നഴ്സിംഗ് കഴിഞ്ഞ് പാസ്സായി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ IELTSും OETയും പോയി ഇപ്പോൾ നമ്മുടെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറി അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസ് എങ്കിലും എടുക്കുക. കഴിഞ്ഞ വർഷം വരെ UK നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കറൻ്റ്ലി അവർ 1 year എക്സ്പീരിയൻസ് മിനിമം ചോദിക്കുന്നുണ്ട്. 1 year അല്ലെങ്കിൽ 6 months എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസിന് കയറി എക്സ്പീരിയൻസ് എടുത്തിട്ട് OET അല്ലെങ്കിൽ IELTS ക്രാക്ക് ചെയ്തിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുക. അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ OET നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡ്, പിന്നെ അതുപോലെ തന്നെ അയർലൻഡ്, UK ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാനഡയിലും OET ക്ലിയർ ആണെങ്കിൽ നമുക്ക് കാനഡയിൽ പോകാൻ പറ്റും. പക്ഷേ കാനഡയിൽ പോകാൻ വേണ്ടി നമ്മൾ OET കഴിഞ്ഞതിന് ശേഷം നമുക്ക് NCLEX എന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാനഡയിൽ പോകാവുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് OET ക്രാക്ക് ചെയ്തതിന് ശേഷം ഈ NCLEX എഴുതി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മസ്റ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ എങ്ങും എടുക്കത്തില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ് 1 year അല്ലെങ്കിൽ 2 year എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ കരിയറിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.